പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ, അതുപോലെ മുതിർന്ന ആളുകൾ, അവരുടെ ഭവന നിർമ്മാണ ഗ്രാൻറ്റ്, കുട്ടികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യം, അതുപോലെ തന്നെ അവർ പീഡനത്തിലും മറ്റും ഉണ്ടാകുമ്പോൾ പീഡന നിരോധന നിയമം, അങ്ങനെ ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിന് ഞങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഭരണഘടനാപരമായ പല കാര്യങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള സമീപനവും ഇല്ല എന്നുള്ളത് വളരെ നഗ്നമായൊരു സത്യമാണ്. മാത്രമല്ല, ഗവൺമെൻറ് ഇക്കാര്യം മറന്നുപോയി. ഇങ്ങനെ ഒരു ജനത ഇവിടെ ഉണ്ട് എന്ന് തോന്നൽ പോലും ഇല്ലാതായിരിക്കുകയാണ്. കാരണം ഹയർ എഡ്യൂക്കേഷന് പോകുന്ന കുട്ടികൾക്ക് അവരുടെ പഠനാനുകൂല്യങ്ങൾ കൊടുത്തിട്ട് 1.5 വർഷത്തിലധികമായി. അത് മുറവിളി കൂട്ടാത്തതുകൊണ്ടാണ് നമുക്കറിയാം. കാരണം ധാരാളം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ പട്ടികജാതി കുട്ടികളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇല്ലാതെ പോയതിൻ്റെ ഗുണം അവരുടെ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷന് പോകുന്ന ഒരു കുട്ടികൾക്കും യാതൊരു തരത്തിലുള്ള ആനുകൂല്യവും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നേ ഇല്ല. പണം ഖജനാവിലില്ല, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഫണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കാര്യം. കാരണം ഒരു വർഷം ഒരു കുട്ടി പഠിക്കുമ്പോൾ ആ കുട്ടിക്ക് നൽകേണ്ട ആനുകൂല്യം ലഭിച്ചില്ല എങ്കിൽ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങിയാണ്. അയാളുടെ ജീവിതത്തെ സംബന്ധിച്ച് അത് ബാധിക്കുന്ന പ്രശ്നമാണ്. അതുപോലെയാണ് ഭവന നിർമ്മാണ ഗ്രാൻറ്റ്. ഏതാണ്ട് തുടങ്ങിയ കാലത്ത് നിന്ന് മാറി ഏതാണ്ട് 4 ലക്ഷം രൂപയാണ് ഇപ്പോൾ 410 കുബിക്കടി വിസ്തീർണമുള്ള വീടുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരു ഭവനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ഗവൺമെൻറ്റിന് അറിയാം അതൊക്കെ. എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിച്ചിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ പോലും അത് നമ്മൾ ആവശ്യപ്പെടുന്നത് അത് 10 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കണമെന്നാണ്. കാലത്തിനനുസൃതമായ കാലാനുചിതമായ മാറ്റം ഇതിലുണ്ടാകേണ്ടതുണ്ട്. അത് ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് നമ്മൾ മെമ്മോറാണ്ടം കൊടുത്തത്. പക്ഷേ ഗവൺമെൻറ് അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. അടിയന്തരമായി അത് ആലോചിക്കണമെന്നാണ് എടുത്ത് പറയുവാനുള്ളത്. അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിൽ കോടിക്കണക്കിന് രൂപയാണ് ഗവൺമെൻറ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയും മറ്റു തരത്തിലും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്വകാര്യ മേഖലയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട എത്ര പേർക്ക് ജോലിയുണ്ട്, എത്ര കുട്ടികൾ അവരുടെ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്, അതിൻ്റെ ശതമാനം ഒന്ന് കണക്കിലെടുത്താൽ സ്വകാര്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യാതൊരു തരത്തിലുള്ള ഗുണവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായി അതുകൊണ്ട് സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. 57 ഗവൺമെൻറ് വന്നതോടുകൂടി പട്ടികജാതിക്കാരൻ്റെ റിസർവേഷൻ സംവരണം എടുത്തു കളയുകയാണ് ചെയ്തത്. അതെല്ലാം കൂടെ ജാതിപരമായി ഉണ്ടായിരുന്ന സംവരണമാകമാനം നീക്കം ചെയ്തിട്ട് 103 ജാതിക്ക് ഒന്നിച്ച് 8 10% കൊടുക്കുക. മറ്റു കണക്ക് പറയുമ്പോൾ EWSൻ്റെ കണക്കൊക്കെ വെച്ച് നോക്കിയാൽ 60% കഴിഞ്ഞിരിക്കുകയാണിപ്പോൾ. എന്നിട്ടും പട്ടികജാതിക്കാരനെ പറ്റി ഇത് പോരെ. ഇപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയുണ്ടോ, ആ കിടക്കല്ലേ. മറിച്ച് ആർക്കാണ് കിട്ടുന്നത്? ജാതി എടുത്ത് പറയുമ്പോൾ ഈഴവർക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 14% മുസ്ലിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 12%. ഇങ്ങനെ ഓരോ വിഭാഗത്തിനും പ്രത്യേകം കൊടുക്കുമ്പോൾ പട്ടികജാതിക്കാരൻ 103 ജാതിക്ക് കേരളത്തിൽ ഒന്നിച്ച് 10%, 8% പട്ടികജാതിക്കാരനും 2% പട്ടികവർഗ്ഗക്കാരനും. ഇതാണ് ഇവിടുത്തെ സംവരണത്തിൻ്റെ നിജസ്ഥിതി. 57 ആദ്യത്തെ ഗവൺമെൻറ് വരുമ്പോൾ ആ ഗവൺമെൻറ് നമ്മൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഗവൺമെൻറ്റാണ് ക്രിമിലിയർ കൊണ്ടുവരണമെന്ന് ആദ്യം പറഞ്ഞിട്ട് പോയ ഗവൺമെൻറ്. ഇന്ന് ക്രിമിലിയർ നടപ്പിലാക്കുകയാണ്. എല്ലാ മേഖലയിലും അത് വന്നിരിക്കുകയാണ്. സാമ്പത്തിക സംവരണം വന്നിരിക്കുകയാണ്. ജാതി സംവരണം വേണ്ടെന്ന് വാദിക്കുകയാണ്. കോടതി പോലും അങ്ങനെ പറയാൻ തയ്യാറായിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ജനത എന്തുകൊണ്ടാണ് അവർക്ക് ജാതി സംവരണം വേണമെന്ന് പറഞ്ഞത് എന്നതിനെപ്പറ്റി ആലോചിക്കാനും അതിൻ്റെ നടപടികൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ വിഷയങ്ങളെപ്പറ്റി ഗവൺമെൻറ് കൃത്യമായി പഠിക്കാനൊരു കമ്മീഷനെ നിയമിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.